നിനക്ക് പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നാൻ തുടങ്ങുന്നത്. പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നുന്നു എന്ന് പറയുമ്പോൾ ദൈവത്തോടുള്ള നിന്റെ സ്നേഹം കുറഞ്ഞു എന്നാണ് അർത്ഥം. യഥാർത്ഥ അർത്ഥം അതാണ്. നിനക്ക് ദൈവത്തോടുള്ള നിന്റെ സ്നേഹം കുറഞ്ഞു, അതുകൊണ്ടാണ് നിനക്ക് പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നാൻ തുടങ്ങുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ മടുപ്പ്, അങ്ങനെയുള്ള മടുപ്പൊക്കെ ഉണ്ടാകുമ്പോൾ, അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ, ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മള് തമ്പുരാന്റെ സ്നേഹത്തിൽ നമ്മളെ ചേർത്ത് നിർത്തണം. കാരണം കർത്താവിന്റെ കരം പിടിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ആരായാലും എന്താണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ, ലൈഫ് മുന്നോട്ട് പോകുമ്പോൾ, കൂടുതൽ പ്രതിസന്ധികൾ, അസ്വസ്ഥതകളൊക്കെ നമ്മുടെ ജീവിതത്തെ ഭരിക്കാൻ തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നു പോകേണ്ടി വരും. പ്രായമായി കഴിയും, മക്കൾ ഉപേക്ഷിക്കും, ആരും നോക്കാനുണ്ടാകണമെന്നില്ല, മരുന്ന് മേടിക്കാൻ പോലും ആരും ഒന്നും തരണമെന്നില്ല, ഒന്ന് പള്ളിയിൽ കൊണ്ടുപോടാ, ഒന്ന് കുമ്പസാരിപ്പിക്കാൻ കൊണ്ടുപോടാ, ഒന്ന് എനിക്കൊരു വിശുദ്ധ കുർബാന അച്ഛനോട് പറഞ്ഞു കൊണ്ടുപോടാ എന്നൊക്കെ പറഞ്ഞിട്ടും കിട്ടാതെ കിടക്കുന്ന മാതാപിതാക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. വചനം പറയാണ്, പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നരുത്. ഈ ഒരു വാക്ക് നമ്മൾ പറയരുത്. വെച്ചാൽ പ്രാർത്ഥിച്ച് മടുത്തെന്ന് പറയരുത്. പ്രാർത്ഥിക്കാന്ന് പറഞ്ഞാൽ തമ്പുരാന്റെ കൈപിടിച്ച് നടക്കാൻ തീരുമാനം എടുക്കുന്ന പ്രാർത്ഥന എന്ന് പറയുന്നത്. ദൈവം ഇങ്ങനെ പിടിച്ചിട്ട് എങ്ങോട്ടൊക്കെ കൊണ്ടുപോകുന്നോ അങ്ങോട്ടൊക്കെ ഞാൻ പൊക്കോളാം എന്നുള്ളത് തീരുമാനമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്നിടത്താണോ ദൈവം നമ്മെ കൊണ്ടുപോകുന്നത്? നമ്മൾ ആഗ്രഹിക്കുന്നിടത്തല്ല. പത്രോസ്ലീഹയുടെ കർത്താവ് യോഹന്നാന്റെ സുവിശേഷം അവസാനിക്കുന്ന ഭാഗത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. പത്രോസെ, പ്രായമാകുമ്പോ നിനക്ക് ഇഷ്ടമില്ലാത്തിടത്തേക്ക് നിന്നെ കൊണ്ടുപോകും, നിന്റെ അരയൊക്കെ മുറുക്കി നിനക്ക് പോകാൻ ഒരു താല്പര്യമില്ലാത്തിടത്തേക്ക് നിന്നെ കൊണ്ടുപോകുമെന്ന് കർത്താവ് പറഞ്ഞത് പരിശുദ്ധാത്മാവിനാൽ ഒരുവൻ എങ്ങനെ നയിക്കപ്പെടുമെന്നുള്ളതിന്റെ തീരുമാനമാണ്. ആത്മാവ് നയിക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ളിടത്തേക്കല്ല ആത്മാവ് നമ്മളെ കൊണ്ടുപോകുന്നത്. ദൈവം നമ്മൾ എവിടെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നോ അങ്ങോട്ട് ആത്മാവ് നമ്മളെ കൊണ്ടുപോയിക്കോളും. അമേരിക്കയിൽ പോയി, അമേരിക്ക ചെന്നിട്ട് ഞാൻ കാനഡ വിസയ്ക്ക് അപ്ലൈ ചെയ്തു. അതിനു മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ നിന്ന് ആളുകൾ 10 വർഷമായിട്ട് അപ്ലൈ ചെയ്തിട്ട് കാനഡയ്ക്ക് എനിക്ക് റിജക്ട് ചെയ്തല്ലേ, അത് 3 പ്രാവശ്യം റിജക്റ്റ് ആയിരുന്നു, അതുകൊണ്ട് പോകാൻ പറ്റിയില്ല. അമേരിക്ക ചെന്നിട്ട് കാനഡയ്ക്ക് ഒന്ന് അപ്ലൈ ചെയ്തു. 10 ദിവസം കൊണ്ട് കാനഡ വിസ കിട്ടി. അതുകൊണ്ട് അവസാനത്തെ 10 ദിവസം അപ്പന്റെ അമ്മയുടെ കൂടെയൊക്കെ ക്രിസ്മസ് ആഘോഷിച്ചിട്ടാണ് നാട്ടിലേക്ക് പോകുന്നത്. ഹല്ലേലൂയ. 10 വർഷങ്ങൾക്ക് ശേഷം ചേട്ടനെ കണ്ട്, അവരുടെ മക്കളെയൊക്കെ കണ്ട്, മാതാപിതാക്കളെ കണ്ട്, അവരുടെ കൂടെ 10 ദിവസം ക്രിസ്മസ് ഒക്കെ ആഘോഷിച്ച് നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല. അത് ദൈവത്തിന്റെ പദ്ധതി. നമ്മള് ചില കാര്യങ്ങളിൽ നമ്മള് മടുപ്പ് തോന്നരുത്. നമ്മൾ വിചാരിക്കുന്ന പോലെ, നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ കാര്യങ്ങൾ എപ്പോഴും സംഭവിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് സ്വാർത്ഥതയാണ്, പ്രാർത്ഥനയല്ല. പ്രാർത്ഥന ദൈവേഷ്ടം എന്നിൽ സംഭവിക്കട്ടെ എന്നുള്ളതാണ് യഥാർത്ഥ പ്രാർത്ഥനയുടെ ഡെഫിനേഷൻ. മറ്റേത് നമ്മുടെ ഇഷ്ടം നീ പൂർത്തിയാക്കി തരണേ എന്നുള്ളത് അത് സ്വാർത്ഥതയാണ്. പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നാതിരുന്നാൽ യഥാകാലം ദൈവം നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്തിരിക്കും.